ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ട നിയമങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട ഓഫീസർമാർക്ക് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കൊല്ലം ജില്ലയിലെ നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് ഓഫീസർക്ക് നേരെ ഭീഷണിയും വധശ്രമവും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഭൂമി കൈകാര്യം കഴിഞ്ഞാൽ അതിനകത്ത് നടപടി സ്വീകരിക്കേണ്ട വില്ലേജ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് അന്വേഷിച്ച ആളിനെ കിട്ടാത്തതിൻ്റെ പേരിൽ മേലിൽ അന്വേഷിച്ച് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വസ്തു നമ്മുടെ സർക്കാർ ഭൂമി തിരിച്ച് നമ്മുടെ പേരിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നടത്തിയ എല്ലാ രീതിയിലുള്ള എന്താ പറയുന്ന പരിവർത്തനവും പഴയ രീതിയിലാക്കി ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് അവർ ഇങ്ങനെ LDA പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അവരോട് ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, എന്നെ ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുകയും അതിനുശേഷം സമൂഹ മാധ്യമങ്ങളുടെ കാര്യങ്ങളുടെയൊക്കെ എന്നെ വിളിക്കാവുന്ന ചീത്തകളും കാര്യങ്ങളൊക്കെ വിളിക്കുകയും ഇത് അന്ന് ഒതുങ്ങി വന്നതിന് ശേഷം വീണ്ടും അതിനുശേഷം എന്നെ ഒരു കൈക്കൂലിക്കാരനായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് എന്ത് ചെയ്ത് ഇവർ കുറേ വില്ലേജ് വൈസ് മാറി ചെയ്ത് അവിടെ വന്ന് കയറി എന്നെ ഒരു 3-4 മണിക്കൂറോളം തടസ്സപ്പെടുത്തി ജോലിയെല്ലാം തടസ്സപ്പെടുത്തി അവിടെ ഇരുന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കൈയും കാലും തല്ലി ഒടിക്കുന്നു, എന്നെ ഭൂമിക്ക് മേളിൽ വെച്ചേക്കുന്നുള്ളൂ, ഇങ്ങനെ കുറേ എന്നെ ഭയപ്പെടുത്താവുന്ന രീതിയിലെല്ലാം ഭയപ്പെടുത്തിയിരിക്കുക. ഇപ്പോൾ എനിക്ക് ജോലി ഇങ്ങോട്ട് വരണമെന്നുള്ള അത് തന്നെ ഒരു ബുദ്ധിമുട്ടായി വന്നിരിക്കുക. എന്താണ് ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്? സമൂഹ മാധ്യമങ്ങളിൽ കൂടി എന്ത് ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഞാനൊരു കൈക്കൂലിക്കാരനാണെന്നും അങ്ങനെ ആരോട് നിന്ന് കൈക്കൂലി വാങ്ങിയ അടിസ്ഥാനത്തിലാണ് ഈ സർക്കാർ ഭൂമി അവൻ്റെ സർക്കാരിലേക്ക് തിരിച്ചെടുത്ത് കൊടുക്കുന്നതും മാത്രമല്ല ഞാനിപ്പോൾ ഈ ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചുള്ളതെന്ന് പറഞ്ഞാൽ വർക്ക് കൂടുതലായതിൻ്റെ പേര് നമ്മളെ പലപ്പോഴും വീട്ടിലിരുന്നാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ മറ്റാരോടൊക്കെ ഏതോ സ്ഥാപനങ്ങളോ കാര്യങ്ങളൊക്കെ എനിക്ക് പൈസ പിരിച്ചിരുന്നു ഇങ്ങനെ ആക്ഷേപിക്കാവുന്ന രീതിയിൽ എന്നെയും കുടുംബത്തെ നശിപ്പിക്കാനുള്ള ഒറ്റ ഉദ്ദേശിച്ചാണ് ഇവരെല്ലാം ചെയ്തേക്കുന്നത്. ഇപ്പം തഹസിൽദാർ വന്നിട്ട് എന്താ പറഞ്ഞത്? പരാതികൾ കൊടുത്തു? കളക്ടർക്കും ആർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ആ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. ഈ മരങ്ങളൊക്കെ അനധികൃതമായിട്ട് ഇവിടുന്ന് കടത്തിയിട്ടുണ്ടോ? മരങ്ങൾ കടത്താൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ ശ്രദ്ധയപ്പെടുന്നതിന് ഞാനും എൻ്റെ സ്റ്റാഫും എൻ്റെ 3 സ്റ്റാഫുണ്ട്. അവർ ഞങ്ങളോട് ചേർന്ന് അവർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇവിടുന്ന് മുറിച്ച മരങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് നേരത്തെ ബാക്കി മരങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അപ്പോൾ മുറിച്ച മരങ്ങളുടെ അളവും കാര്യങ്ങളും വെച്ച് ഇങ്ങോട്ട് നോക്കിയെങ്കിൽ ഇവിടുന്ന് പോയിട്ടുണ്ടെന്നുള്ളത് വ്യക്തം വരത്തുള്ളൂ. ഈ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് പോയിരിക്കുന്നത് വില്ലേജ് ഓഫീസർക്ക് ഭീഷണിയൊക്കെ ഉണ്ട്, എന്താണ് പറയാനുള്ളത്? കുറേ നാളുകളായി ഈ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ നിൽക്കുന്ന ആയുർവേദ പരിസരത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുകൊണ്ട് പോവുകയും ആ രാത്രിയുടെ മറവിലാണത് കയറ്റിക്കൊണ്ടുപോയത്. അതിൽ 3-ാം വാർഡിലെ മെമ്പർ, അതായത് ചിത്തൻ എന്ന് വിളിക്കുന്ന താജ്കുമാർ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയുടെയും അനുവാദത്തോടെ ആ മരങ്ങൾ മുറിച്ചുകൊണ്ട് പോവുകയും ആ മരങ്ങൾ ഞങ്ങൾ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് കേസെടുക്കുകയും ആ മരങ്ങൾ കുറേ അവർ വിൽക്കുകയും ബാക്കി മരങ്ങൾ ഇവിടെ കൊണ്ടിടുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഈ പ്രദേശത്ത് വീണ്ടും 50 സെൻറ്റ് MCFന്, അതായത് ഈ വേസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് കെട്ടിടം വയ്ക്കുന്നതിന് വേണ്ടി താൽക്കാലിക ഷെഡ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് 50 സെൻറ്റ് ഭൂമിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ കവിഞ്ഞുള്ള സർക്കാരിൻ്റെ പുറമ്പോക്കിൽ ആണ് നിൽക്കുന്ന മരങ്ങൾ കൂടി, അതായത് 1-ാം വാർഡിലെ റഹീം മെമ്പർ അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ള ഇവിടുത്തെ പാർട്ടിക്കാർ CPMൻ്റെ ആളുകൾ അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. ഈ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോയിട്ടുള്ള ആൾക്കാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള സമര പരിപാടികളിലേക്ക് പോകാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇതുപോലെ സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമികൾ കയ്യേറുന്ന ഒരു നടപടിയിലേക്കാണ് ഈ CPMൻ്റെ നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നലിലായിൽ തന്നെ സർക്കാരിൻ്റെ അധീനതയിലുള്ള ഭൂമി കയ്യേറുകയും ഒരു പരസ്യക്കാരന് 3 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് പരസ്യ ബോർഡ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടക്കുകയും അതിനെ ചെറുക്കുകയും ചെയ്തു വില്ലേജ് ഓഫീസർ. കാരണം അവിടെ സംബന്ധിച്ച് ഓഡിറ്റോറിയമുണ്ട്, സിനിമാ തിയേറ്ററുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഒരു ബിസിനസ് മേഖലയാണ്. അവിടെ പരസ്യം വെക്കുമ്പോൾ അതിൻ്റേതായ മാർക്കറ്റിംഗ് കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ CPMൻ്റെ ആളുകൾ, അതായത് ഒരു CPMൻ്റെ നേതാവെന്ന് പറയുന്ന പുലീല ഒരു സജീവൻ എന്ന് പറയുന്നവൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഈ വില്ലേജ് ഓഫീസർ കൈക്കൂലിക്കാരനാണ്. കൈക്കൂലി കൊടുക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു അക്ഷയ സെൻറ്റർ വഴിയാണ് കൈക്കൂലി വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പ്രതിഷേധ മാർച്ചും അതുപോലെ ഇദ്ദേഹത്തെ തടഞ്ഞു വയ്ക്കുകയും ചെയ്തത്. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഇവിടെ കൈക്കൂലി വാങ്ങുന്നത് ഇവിടുത്തെ CPMൻ്റെ നേതാക്കന്മാരാണ്. അവിടെ ഓരോരുത്തരെയും പേര് നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. വില്ലേജ് ഓഫീസർ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ കൈക്കൂലി വാങ്ങിക്കുന്നത്. പക്ഷേ വില്ലേജ് ഓഫീസറിൽ എത്തുന്നോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഈ വില്ലേജ് ഓഫീസറെ സംബന്ധിച്ച് ഇത്രയും നാൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു അനുഭവം പല കാര്യങ്ങൾക്ക് ചെന്നിട്ടും ഇന്ന് വരെ ഒരു 10 പൈസ കൈക്കൂലി ചോദിച്ചതായിട്ട് എനിക്കുള്ള അറിവിൽ ഇല്ല.
അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ കൊടുത്തതായിട്ട് ഒരു അറിവുമില്ല. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു കൈക്കൂലിക്കാരനായിട്ട് ചിത്രീകരിക്കാൻ കാരണം ഇങ്ങനെയുള്ള റവന്യൂ സർക്കാരിൻ്റെ ഭൂമികൾ കയ്യേറുന്നത് തടയുന്ന ഒരു നടപടിയിലേക്ക് വില്ലേജ് ഓഫീസർ പോകുന്നത് കൊണ്ടാണ് ഈ CPM-ൻ്റെ ഈ നേതാക്കന്മാരെ ചൊടിപ്പിച്ചത്. അതുപോലെ തന്നെ കുളപ്പാടത്ത് ഒരു വയൽ നികത്തി, അതും വില്ലേജ് ഓഫീസർ അത് തിരിച്ചു കോരിച്ചതും ഇവർക്കൊരു വൈരാഗ്യത്തിന് കാരണമായി. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വില്ലേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്മാർട്ട് വില്ലേജ് എന്നാണ് പറയുന്നത്. അവിടെ കുടിവെള്ളമില്ല, അവിടെ കറണ്ട് പോയാൽ സോളാറോ ഇൻവെർട്ടറോ ഉള്ള സംവിധാനങ്ങളില്ല, നെറ്റില്ല. ഇവിടുത്തെ ജനങ്ങൾ, ഈ ഗുണഭോക്താക്കൾ, അവിടെ വരുന്ന ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. അതൊക്കെ സഹിച്ച് പുള്ളി അത് വീട്ടിൽ കൊണ്ടിരുന്ന്, നെറ്റുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം, അവിടെ കൊണ്ടുപോയിട്ട് ഇതെല്ലാം ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ നെറ്റില്ലാതെ സ്വന്തം വീട്ടിലെ സ്വന്തം നെറ്റ് ഉപയോഗിച്ചാണ് ഈ സർക്കാർ ജോലികൾ ചെയ്യുന്ന ഒരു വില്ലേജ് ഓഫീസറാണ് അദ്ദേഹം. അതെ, അത് വീട്ടിൽ കൊണ്ടുപോയാണ് ചെയ്യുന്നത്. നിയമപരമല്ലാത്ത ഒരു കാര്യവും ഒരു ഓഫീസർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത്തരം ഓഫീസർമാർക്കെതിരെ ആ നിയമപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്താനും വകവരുത്താനും നടന്ന ഈ ജനാധിപത്യ രാജ്യത്ത് ഇത്തരം വില്ലേജ് ഓഫീസർ, സത്യസന്ധന്മാരായ വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്ത് ഓഫീസർമാരും കളക്ടർമാരും ഒക്കെ ജോലി ചെയ്യാൻ വേണ്ടുള്ള ഊർജ്ജം കൊടുക്കേണ്ട ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ് ഈ നാട്ടിൽ നിന്നും മറ്റുള്ള ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭീഷണികൾ മാറ്റി അദ്ദേഹത്തെ സുതാര്യമായിട്ടും സൗകര്യമായിട്ടും ജനങ്ങൾക്ക് വേണ്ട ജോലി ചെയ്തു കൊടുക്കാനുള്ള അവസരം പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും ചെയ്തു കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. കർമ്മ ന്യൂസിന് വേണ്ടി കൊല്ലത്ത് നിന്ന് രാമഭദ്രൻ.